ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഏപ്രിൽ 1-ാം തീയതിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മാതൃഭൂമി പേപ്പറാണ് കേട്ടോ. ഇവിടെ വീട്ടിൽ മാതൃഭൂമി പേപ്പറാണ് വരുത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ന്യൂസ് ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. വീട്ടിലിരിക്കുന്നവർക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കൃഷിയെക്കുറിച്ചാണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് പല ആളുകൾക്കും അത് ഉപകാരപ്രദം ആണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഒരു വീഡിയോ ആയിട്ട് എത്തിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ് പേപ്പറുള്ള ആളുകൾക്കൊക്കെ ഇത് ലഭ്യമായിട്ടുണ്ടാവും. ഇനി അഥവാ എവിടെയെങ്കിലും മാതൃഭൂമി പേപ്പർ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് എന്ന് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് 2020 ഏപ്രിൽ 1 ബുധനാഴ്ച മാതൃഭൂമിയിൽ വന്നിട്ടുള്ളൊരു ലേഖനമാണ്. എല്ലാവരും ഇപ്പോൾ ഹോം ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിതിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്നതിനൊക്കെ നല്ലത് ഞാനൊന്ന് വായിക്കാം. എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. സുരേഷ് മുതുകുളം എന്ന് പറയുന്നൊരു സുഹൃത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്തായാലും മാതൃഭൂമിക്കും ഈ സുഹൃത്തിനും നന്ദി പറയുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അനുമതി ഇല്ലാതെ തന്നെ ഞാനിത് ഈ വീഡിയോയിലേക്ക് പകർത്താണ്. കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണെങ്കിൽ മാതൃഭൂമി പത്രത്തേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റില്ല. എന്നാലും അത് അറിയാത്ത അല്ലെങ്കിൽ വായിക്കാത്ത ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വീട്ടിലിരിക്കുന്ന ഈ ദിവസങ്ങൾ രസകരവും ആരോഗ്യദായകവും ആക്കിയാലോ? വീട്ടുപച്ചക്കറികൾ സ്വയം കൃഷി ചെയ്യാം എന്ന് പറഞ്ഞൊരു ആദ്യത്തെ ഒരു പാരഗ്രാഫ് അത് വായിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ബാക്കിയുള്ളത് വായിക്കാം. കൃഷിയുടെ കാര്യങ്ങൾ. ഗ്രോ ബാഗിലും മട്ടുപ്പാവിലും കൃഷി ചെയ്യാമെന്നാണ് പറയുന്നത്. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒട്ടുമിക്ക പച്ചക്കറികളും വളർത്താം. മട്ടുപ്പാവുകളിലും അത്യാവശ്യം ഫ്ലാറ്റുകളിലും ബാൽക്കണിയിലും ഗ്രോ ബാഗുകൾ ഉപകാരപ്പെടും. ചട്ടിയുടെ താഴെ നനവും മറ്റും പടരാതിരിക്കാൻ ഒരു ട്രേ വച്ച് കൊടുക്കണം എന്ന് മാത്രം. മട്ടുപ്പാവിലാകുമ്പോൾ ഗ്രോ ബാഗുകൾ ഇഷ്ടികയിലോ മറ്റോ പൊക്കി വയ്ക്കാം. ഇവിടെ പ്രധാനം നല്ല നടിൽ മിശ്രിതം ഒരുക്കുക എന്നതാണ്. മേൽമണ്ണ് ചാണകപ്പൊടി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ നടിൽ മിശ്രിതം ഒരുക്കേണ്ട ഒരു രീതിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മേൽമണ്ണ് ചാണകപ്പൊടി, ട്രൈക്കോഡെർമ കൾച്ചർ കലർത്തിയതെങ്കിൽ അതും നല്ലത്. മണൽ എന്നിവ 1:1:1 എന്ന അനുപാതത്തിൽ കലർത്തിയ മിശ്രിതമാണ് നല്ലത്. ഇത് ഈ നടിൽ മിശ്രിതത്തിൻ്റെ കാര്യമാണ്. അത് ഒന്നുകൂടെ കേൾക്കുക. മനസ്സിലാവാത്ത ആളുകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വീഡിയോ കണ്ടാൽ അത് വായിക്കാനും പറ്റും. ഓക്കെ, ചാണകപ്പൊടി കിട്ടാനില്ലെങ്കിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയും നല്ലതാണ്. ഇതോടൊപ്പം 25 ഗ്രാം കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് കൂടെ കലർത്താൻ ആയാൽ നന്ന്. മിശ്രിതം ഗ്രോ ബാഗിൻ്റെ പകുതി നിറച്ചാൽ മതി. ഇതിലാണ് വിത്ത് തൈ നടേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നീട് കാർഷിക വിത്തുകളും അതിൻ്റെ ഏതൊക്കെയാണ് ഇനങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. പയർ, ആദ്യം പറയുന്നത് പയറിനെ കുറിച്ചാണ്. ലോല, മാലിക, ശാരിക തുടങ്ങിയ വള്ളിപ്പയർ ഇനങ്ങളും കനകമണി, കൈരളി, ഭാഗ്യലക്ഷ്മി തുടങ്ങിയ കുറ്റിപ്പയറുകളും അനശ്വര എന്ന തടപ്പയറും ഒക്കെ ഇന്ന് പരിചിതമാണ്. ചട്ടിയിലായാലും ഒരുക്കിയ കൃഷിയിടത്തിലായാലും 4-5 വിത്ത് വീതം പാകുക. കരുത്തുള്ള 2 തൈ മാത്രം നിർത്തി ബാക്കി നീക്കാം. തലപ്പ് പടരാൻ തുടങ്ങുമ്പോൾ കമ്പുകൾ കുത്തിക്കൊടുക്കാം. ചീരയ്ക്ക് പറഞ്ഞ ജൈവവളങ്ങൾ തന്നെ ഇവിടെയും മതിയാകും. ഓക്കെ, അപ്പോൾ ചീരയ്ക്ക് ഒരു ജൈവവളം പറയുന്നുണ്ട്. ഇവിടെ ഉണ്ട്, താഴെ ഉണ്ട് ചീര. അത് വായിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതെന്താണെന്നുള്ളത് പറയാം. ജൈവവളങ്ങൾ തന്നെ ഇതിനും മതിയാകും. മുഞ്ഞശല്യമോ മറ്റോ കണ്ടാൽ കഞ്ഞിവെള്ളം നേർപ്പിച്ച് ചെടിയിൽ തളിക്കുക. വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതവും നല്ലതാണ്. ഓക്കെ, അപ്പോൾ പയറിൻ്റെ മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് പാവൽ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കയ്പ്പാന്ന് പറയും കേട്ടോ. പാവയ്ക്ക വിത്ത് പാകുന്നതിന് മുമ്പ് 10-12 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി നട്ടാൽ വേഗം മുളയ്ക്കും. പാവയ്ക്ക നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് നമ്മൾ വിത്ത് ഡയറക്റ്റ് നട്ട് കഴിഞ്ഞാൽ ഒരു 6-7 ദിവസം പിടിക്കും. ഇപ്പോൾ ഇതിൽ പറയുന്നതിൽ ഒരു മണിക്കൂർ 10-12 മണിക്കൂറൊക്കെ വെള്ളത്തിൽ മുക്കി വെച്ചാൽ പെട്ടെന്ന് മുളയ്ക്കും. ഓക്കെ, ഒരു ഗ്രേ ബാഗിൽ മുളപ്പിച്ച 12 തൈ നടാം. പോട്ടിംഗ് മിശ്രിതം നേരത്തെ പറഞ്ഞത് തന്നെ മതി. മുകളിൽ നമ്മളൊരു മിശ്രിതത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതാണ് പറയുന്നത് കേട്ടോ. പ്രീതി, പ്രിയ, പ്രിയങ്ക, മായ ഒക്കെ നല്ല ഇനങ്ങളാണ്.
അപ്പോൾ ഇതിൽ പറഞ്ഞതിൽ ഈ മായ എന്ന് പറയുന്ന ഒരു ഇനം ഞാൻ കൃഷി ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. ഇപ്പോൾ ഇതിലില്ലാത്തതാണോ ഞാൻ പറയുന്നത്, എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. നല്ല വിളവ് ഉള്ള ഒരു ഇനമാണ് മായ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിത്തുകളില്ലെങ്കിൽ വാങ്ങിയ പാവയ്ക്കയിൽ പഴുത്തവയിൽ നിന്ന് വിത്തുകൾ കഴുകിയെടുത്ത് പൊങ്ങിക്കിടക്കുന്നവ ഒഴിവാക്കി തണലത്തുണക്കി നടുകയുമാവാം. ആഴ്ചയിലൊരിക്കൽ എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, ചാണകത്തെളി, അതായത് ചാണകം കലക്കി അതിൻ്റെ മുകളിൽ വരുന്ന ആ വെള്ളത്തിൻ്റെ തെളിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, എന്നിവ ലഭ്യത അനുസരിച്ച് ചേർക്കാം. വള്ളിക്ക് പടരാൻ സൗകര്യം ചെയ്യണം. ഒരു തകര ഷീറ്റിൽ മഞ്ഞ പെയിൻ്റ് അടിച്ച് എണ്ണ പുരട്ടി വെച്ചാൽ മതി എന്നാണ് ചെറുകിടങ്ങളെ നശിപ്പിക്കാൻ. അത് അച്ചടിയിൽ എന്തോ ചെറിയ പശുക്കാണ് തോന്നും. മഞ്ഞ പെയിൻ്റ് അടിച്ച് എണ്ണ പുരട്ടി വെച്ചാൽ ചെറുകീടങ്ങൾ അതിൽ പറ്റി നശിച്ചുകൊള്ളും. കായ ഉണ്ടാകുമ്പോൾ കടലാസ് കൂടുകൾക്കുള്ളിലാക്കിയാൽ കായ്ച്ച കുത്താതെ നമുക്കത് അതിനെ രക്ഷിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് പടവലം. പാവൽ പോലെ തന്നെ പടവലവും വളർത്താം. മട്ടുപ്പാവിലും ഗ്രോ ബാഗിലും നടാം. കൗമുദി, ബേബി, മനുശ്രീ, ഹരിതശ്രീ എന്നിവ നല്ല ഇനങ്ങളാണ്. വിത്തു പാകി മുളപ്പിച്ച തൈകൾ കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ കലർത്തിയ മിശ്രിതത്തിൽ നടണം. ആഴ്ച തോറും ഓരോ പിടി പച്ചച്ചാണകം ചേർത്താൽ കൊള്ളാം. വള്ളി ലഭ്യമായ സൗകര്യത്തിൽ കയറ്റി വിട്ടാൽ മതി. ഓക്കെ, അടുത്തത് വെണ്ട. ഈ വെണ്ടയൊക്കെ നമുക്ക് മട്ടുപ്പാവിൽ വളർത്താൻ പറ്റിയൊരു ഇനമാണ് കേട്ടോ. വിത്ത് നേരിട്ട് പാകിയാണ് വെണ്ട കൃഷി. സൽകീർത്തി, അരുണ, സുസ്ഥിര തുടങ്ങിയ നല്ല ഇനങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞൊക്കെ. അരുണ, സുസ്ഥിര തുടങ്ങിയ സൽകീർത്തി, ഈ 3 ഇനങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി എനിക്ക് വെണ്ടയുടെ കാര്യം അത്ര കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സൽകീർത്തി, അരുണ, സുസ്ഥിര എന്ന് പറയുന്നവ നല്ല ഇനങ്ങളാണെന്നാണ്. വിത്തുകൾ 24 മണിക്കൂർ നേരം 10 ഗ്രാം സ്യൂഡോമോണസ് ലായനിയിൽ കുതിർത്ത് നട്ടാൽ നന്ന്. 3-4 ദിവസം മതി വിത്ത് മുളയ്ക്കാൻ. 4-5 ഇല ആയാൽ മാറ്റി നടാം. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്കം ഒക്കെ ചേർത്താൽ നല്ല വിളവ് കിട്ടും. 40-45 ദിവസത്തെ വളർച്ചയിൽ ആദ്യ വിളവെടുക്കാം. ഓക്കെ, അപ്പോൾ 40ാമത്തെ ദിവസം നമുക്ക് വിളവെടുത്ത് തുടങ്ങാം വെണ്ട. ഓക്കെ, അടുത്തത് തക്കാളിയാണ്. വിത്ത് പാകി മുളപ്പിച്ച തൈകൾ 1 മാസം ആകുമ്പോഴാണ് നടേണ്ടത്. ശക്തി, മുക്തി, അനഘ എന്നിവ തക്കാളി വാട്ടം ചെറുക്കുന്ന ഇനങ്ങളാണ്. തൈ നട്ട് 2 മാസം മതി വിളവെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ശക്തി, മുക്തി, അനഘ തുടങ്ങിയവ ഈ ചെടിക്ക് ഉണ്ടാകുന്ന വാട്ടം, ഇതിന് പ്രശ്നം എന്താ വെച്ചാലേ, തക്കാളിയുടെ പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് വാടി അങ്ങനെ നശിച്ചു പോകും. അപ്പോൾ ആ വാട്ടത്തെ ചെറുക്കുന്ന ഇനങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞ 3 ഇനങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് മുളകാണ് കേട്ടോ. മുളകിലുമുണ്ട് മികച്ച ഇനങ്ങൾ. ഉജ്ജ്വല, അനുഗ്രഹ, ജ്വാലാമുഖി, വെള്ളായണി, അതുല്യ തുടങ്ങിയവ. എങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ വാങ്ങിയ പച്ചമുളകിൽ നിന്ന് പഴുത്തതുണ്ടെങ്കിൽ അതിൻ്റെ വിത്തെടുത്ത് മണ്ണൊരുക്കി പാവാന്നാണ് ഇതിൽ പറയുന്നത്. കാലിവളം, മണ്ണിര കമ്പോസ്റ്റ്, പിണ്ണാക്ക് സ്ലറി, എല്ലുപൊടി, ചാരം തുടങ്ങിയവ ചേർത്ത് വളർത്താം. ആഴ്ചയിലൊരിക്കൽ നേർപ്പിച്ച് ചാണകത്തെളി തളിച്ചും കൊടുക്കാം. 2 നേരം നന നിർബന്ധം, ആവശ്യമെങ്കിൽ താങ്ങു കൊടുക്കാം. ഓക്കെ, അടുത്തത് ചീര. ഈ ചീരയുടെ കാര്യമുണ്ട്. നേരത്തെ പയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചീരയുടെ വളപ്രയോഗത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണേ. അനായാസം വളർത്താവുന്നതാണ് ചീര. നല്ല വെയിൽ വേണം. ഗ്രോ ബാഗിലോ ചട്ടിയിലോ അല്ല സ്ഥലമുണ്ടെങ്കിൽ നനവ് കിട്ടുന്ന എവിടെയും ചീര വിത്ത് വിതറാം. ഓക്കെ, ഗ്രോ ബാഗിലോ ചട്ടിയിലോ അല്ലാതെ തന്നെ നനവുള്ള ഏത് സ്ഥലത്തും ചീരയുടെ വിത്ത് വിതറാമെന്നാണ് പറയുന്നത്. ഉറുമ്പ് ശല്യം ഉണ്ടാകാതിരിക്കാൻ അല്പം മഞ്ഞപ്പൊടിയോ അരിപ്പൊടിയോ കലർത്തി വിതരണം എന്ന് മാത്രം. ഗ്രോ ബാഗിലെങ്കിൽ ചുറ്റും പൊടി തൂകിയാൽ മതി. ആവശ്യമെങ്കിൽ 2 നേരം നനയ്ക്കുക. 1 സെൻറ്റിൽ 100 തൈ വരെ നടാം. ഓരോ 10 ദിവസം കൂടുമ്പോൾ വിളവെടുക്കാം. വിളവെടുപ്പ് കഴിഞ്ഞ് ചാണകം കലക്കി ലായനിയാക്കി നേർപ്പിച്ചത്, എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, നേർപ്പിച്ച ഗോമൂത്രം എന്നിവ വളമായി ചേർക്കാം. ഇപ്പോൾ ഇതാണ് പയറിനും ഉപയോഗിക്കാൻ പറഞ്ഞിട്ടോ. ചീരയിൽ ഒട്ടേറെ ഇനങ്ങൾ ഇന്നുണ്ട്. തെങ്ങിൻ തരത്തിലോ മറ്റോ ചീര വിത്ത് വിതറിയാൽ അങ്ങനെയും വളർന്ന് നിരന്തരം ചീര കിട്ടും. ഓക്കെ, അടുത്ത മൈക്രോ ഗ്രീൻ സ്ഥലമേ വേണ്ടെന്നാണ് പറയുന്നത്. പച്ചക്കറികളിലെ പുതിയ താരമായ മൈക്രോ ഗ്രീൻ വളർത്താനെങ്കിൽ സ്ഥലവും വേണ്ട, അധ്വാനവും കുറവ്. പുറത്തിറങ്ങാൻ പരിമിതികളുള്ള കാലത്തിന് യോജിച്ച കൃഷിയാണിത്. കിട്ടുന്ന ഏത് വിത്തും മൈക്രോ ഗ്രീൻ ആക്കാം. പയറും കടലയും ഉണ്ടെങ്കിൽ കുശാലായി. മറ്റു ധാന്യങ്ങളും ചീരയും കടുകും ഒക്കെ ഇങ്ങനെ മൈക്രോ ഗ്രീനായി വളർത്തി ഉപയോഗിക്കാം.
വിത്തുകൾ 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷവും വെള്ളം ഊറ്റുക. അടുത്ത ദിവസം ഇവ മുളച്ചു കഴിയും. ഇതാണ് നടേണ്ടത്. ചെറിയ സുഷിരങ്ങളുള്ള ഒരു പ്ലാസ്റ്റിക് ട്രേയിൽ അല്പം ചകിരിച്ചോറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വിരിച്ച് വിത്തുകൾ അടുപ്പിച്ച് വിതറുക. 5-6 ദിവസമാകുമ്പോൾ തൈകൾ വളർന്നു കഴിയും. ഇവ മുറിച്ചെടുത്ത് തോരനോ കറികളോ തയ്യാറാക്കാം. 10 ദിവസത്തിനകം വിളവെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മൈക്രോ ഗ്രീൻ എന്ന് പറയുന്ന ഒരു രീതി. ഞാൻ ഈ മൈക്രോ ഗ്രീൻ എന്ന രീതിയിൽ ഇവിടെ സംഭവം പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മല്ലി, നമ്മുടെ മല്ലി ഉണ്ടല്ലോ, പൊടിയല്ല, പൊടിച്ചെടുക്കുന്ന ഉപയോഗിക്കുന്ന വലിയ മല്ലി, ബോൾ പോലെയുള്ളത്. ഞങ്ങളിവിടെ നാട്ടിൽ കൊത്തമ്പാല എന്ന് പറയും. ആ സാധനം ഇതേപോലെ മല്ലി ഇല വളർത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിക്കാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം, ഈ ലേഖനത്തിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഞാനിവിടെ വായിക്കാനുണ്ടായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് മാതൃഭൂമിക്കും അതുപോലെ തന്നെ സുരേഷ് മുതുകുളം എന്ന് പറയുന്ന സുഹൃത്തിനും നന്ദി പറയാം. അവർക്കൊരു കടപ്പാട് കൂടെ പറയാം. ഓക്കെ.